നേരത്തെ നാർക്കോട്ടിക് ജിഹാദ് എന്ന ആരോപണം ഉന്നയിച്ചത് പാലാ ബിഷപ്പായിരുന്നു. ഇന്ന് കെ സുരേന്ദ്രൻ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഇത് മത തീവ്രവാദവുമായി വളരെയധികം ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. ആഗോള ഭീകരതയും ഈ ലഹരി മാഫിയയും തമ്മിൽ അനിഷേധ്യമായ അവിഭാജ്യമായ ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു ആഗോള സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെയാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളെ അങ്ങ് കാണുന്നത്? അതല്ല, സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് ഏതൊക്കെ അവസരത്തിൽ ലഭ്യമാകുമോ അതൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് അത് തെറ്റില്ല. അദ്ദേഹത്തിന് ശ്രമിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് എന്നും ലവ് ജിഹാദ് എന്നും ഒക്കെ ഉള്ള പുതിയ പദപ്രയോഗങ്ങൾ സമൂഹത്തിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. പക്ഷെ യാതൊരുവിധ തെളിവും ഇല്ല എന്ന് ഇന്ത്യൻ പാർലമെന്റിനുള്ളിലും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. ഇപ്പോ കേരള സംസ്ഥാനത്ത് മാത്രമല്ല ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ലഭ്യതയെ സംബന്ധിച്ച് പറഞ്ഞില്ല. നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇന്ത്യ ഒട്ടാകെ പിടിച്ചിട്ടുള്ള മയക്കുമരുന്നിന്റെ പരിശോധിക്കുമ്പോൾ 60 കോടി രൂപയുടെ മാത്രമാണ് കേരളത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ ആ കണക്ക് തന്നെ സൂചിപ്പിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ആകമാനമാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടക്കുന്നത്. BJP ഭരിക്കുന്ന UP-യിൽ നിന്നും അതുപോലെ ബീഹാർ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മയക്കുമരുന്നിന്റെ ക്വാണ്ടിറ്റി പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ വളരെ കൃത്യമായ ഒരു ഘടകമുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, പഞ്ചാബിനെ കുറിച്ച് പറയുമ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഗുജറാത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വേട്ട നടക്കുന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണ്. അവിടെ കടൽ മാർഗവും അതുപോലെ അതിർത്തി വഴിയും ഇവിടേക്ക് വൻതോതിൽ ലഹരി എത്തുന്നുണ്ട്. അത് എവിടെയാണ് അതിൻ്റെ സോഴ്സ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി അറിയാം. എത്രയോ പാകിസ്ഥാനികളാണ്, അഫ്ഗാനിസ്ഥാനികളാണ് ഈ മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് ഇവിടെ പിടികൂടപ്പെട്ടിട്ടുള്ളത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥരൊക്കെ വലിയ രീതിയിൽ റെയ്ഡ് നടത്തുകയും കോടിക്കണക്കിന് രൂപ, 10,000 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ കേരളത്തിലെ കണക്കുമായി താരതമ്യം ചെയ്യുന്നത് അത് ശരിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല നീലിമ, ഇതിന് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നാർക്കോട്ടിക് ജിഹാദ് ഗുജറാത്തിലാണല്ലോ ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് സുരേന്ദ്രൻ പറഞ്ഞ ആരോപണത്തെ ശരിവെക്കുകയാണെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടാവേണ്ടത് ഏറ്റവും പരമപ്രധാന ഗുജറാത്തും UP-യും പഞ്ചാബും തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളാണ്. കേരളത്തിൽ ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ന്യൂനപക്ഷ സാന്നിധ്യത്തെ കണ്ടുകൊണ്ടും ആ ന്യൂനപക്ഷ സാന്നിധ്യത്തെ ന്യൂനപക്ഷ സാന്നിധ്യമില്ലേ? ഗുജറാത്തിൽ ന്യൂനപക്ഷ സാന്നിധ്യമില്ലേ? കേരളത്തിൽ മാത്രം എന്താണ് അത്തരത്തിലൊരു സവിശേഷതയുള്ളത്? കേരളത്തിലെ കണക്കുകൾ UP-യിലെയും മറ്റു സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. കേരളത്തിൽ എങ്ങനെ സംഘടിത ഭൂരിപക്ഷ മതത്തെ എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ള പുതിയ ഒരു പരീക്ഷണശാലയായി കേരളം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സംഘപരിവാർ വർഷങ്ങളായി, ഏകദേശം 100 കൊല്ലം, ഏറ്റവും കൂടുതൽ RSS-ന് ശാഖകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. എന്നിട്ട് പോലും കേരളത്തിൽ രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കുന്നതിന് കഴിയാതെ വന്നത് കേരളത്തിൽ ഇടതു വലതുപക്ഷത്തിനിടയിലുള്ള കേരളത്തിൽ മലയാളി സമൂഹത്തിലെ വലിയ തോതിലുള്ള മതനിരപേക്ഷ മാനസികാവസ്ഥയാണ്. അത് എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതിന്റെ പരിശ്രമ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പാലാ ബിഷപ്പ് ഉന്നയിച്ചാലും അത് സുരേന്ദ്രൻ ഉന്നയിച്ചാലും അതിന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അത്തരം പരീക്ഷണ വാക്കുകൾ സമൂഹമാകമാനം തള്ളിക്കളഞ്ഞ വാക്കുകളാണ്. ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ ശ്രീ അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലവ് ജിഹാദ് എന്ന് പറയുന്നതും നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നതുമായിട്ടുള്ള ഒന്നും തെളിവ് നാളിതുവരെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത തെളിവുകളാണ് ഇപ്പൊ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് വെഞ്ഞാറമൂട് കൊലപാതകത്തിലെ അഫ്സാന്റെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ളതായോ ഇതുവരെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുരേന്ദ്രൻ പറയുന്നു അയാൾക്ക് ഏതോ തരത്തിൽ PFIയുടെ പരിശീലനം ലഭിച്ചു, അതുകൊണ്ടാണ് ചുറ്റിയെ ഭ്രാന്താന്ന്. ആ പയ്യന് ഭ്രാന്തല്ലായിരുന്നു എങ്കിൽ ശത്രുക്കളെ പോലും കൊല്ലാൻ ധൈര്യം കാണിക്കാതിരിക്കുന്ന ഒരാൾ എന്തിനാണ് ഇത്രയും മിത്രങ്ങളെ തന്നെ കൊന്നു തള്ളിയത്? അതും ഒറ്റയടിക്കുക. ഇത് ഏതോ ഗെയിമുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചു പോയതാണ് ആ പയ്യൻ. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ അതിനെ സമീപിക്കുക. ഇത്തരം മാനസികാവസ്ഥ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് നാം ഇതിനൊന്നും രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം തേടുന്നതിനുള്ള അവസരമായി ഇതിനെ കാണരുത്. രാഷ്ട്രീയ സമസ്യക്ക് വളരെ കൃത്യമായ ഉത്തരം തേടേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ,